ഇന്നത്തെ പ്രധാനപ്പെട്ട വാർ അപ്ഡേറ്റ്സുകളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ഇറാഖിൻ്റെ ഉള്ളിൽ ബാഗ്ദാദിൽ വിക്ടറി ബേസ്, അമേരിക്കയുടെ വിക്ടറി ബേസിൽ ഇറാൻ സപ്പോർട്ടീവായിട്ടുള്ള PMF എന്ന് പറഞ്ഞ് ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഇറാൻ അനുകൂല നിലപാടുള്ള മിലീഷ്യ ഗ്രൂപ്പുകളാണ് ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അവരാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അമേരിക്ക ഇറാഖിൻ്റെ ബോർഡറിൽ ഈ മിലീഷ്യ ഗ്രൂപ്പുകൾക്ക് നേരെ നടത്തിയ എയർ സ്ട്രൈക്കിന് ഇറാൻ മിലീഷ്യ ഗ്രൂപ്പുകൾ നടത്തുന്ന റിറ്റാലിയേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക ഇത് നോട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്ക കൃത്യമായിട്ട് ഇതിനുള്ള മറുപടി കൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന റഫേൽ ഗ്രോസി പുതിയൊരു സ്റ്റേറ്റ്മെന്റ് വെളിപ്പെടുത്തൽ എന്ന് തന്നെ പറയാം. അതായത് 70% എൻറിച്ച്ഡ് യുറേനിയം ഇറാനിൽ ഇസ്ഫഹാനിലും അതിൽ കുറച്ച് നറ്റാൻസിലും ഉണ്ടാവാനാണ് സാധ്യത. ഇസ്ഫഹാനിൽ മേജർ പോർഷൻസ് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കൺഫർമേഷൻ ഈ വാർത്ത ഗ്രോസിയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇറാനെ തുടർന്ന് അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും റെഡിയാക്കിക്കൊണ്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഗ്രോസി ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഇപ്പം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയുടെ കൺസെന്റോടുകൂടി തന്നെയായിരിക്കും ഈ വെളിപ്പെടുത്തൽ ഗ്രോസി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 IRGC മെമ്പേഴ്സ് കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത ഇറാൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനോടൊപ്പം ഈ അമേരിക്ക ഇറാന്റെ ഉള്ളിൽ പോയി നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ, ആ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് വായിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ, ഇറാൻ അതിനെ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക അവരുടെ ഹെലികോപ്റ്ററിനെയും അവരുടെ C-130 എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റിനെയും അമേരിക്ക തന്നെ ഡിസ്മാൻഡിൽ ചെയ്തു ഇറാന്റെ ഉള്ളിൽ വെച്ച്. അതായത് അമേരിക്ക തന്നെ അവരുടെ സോൾജേഴ്സിനെ IRGCയുടെ കയ്യിൽ അവർ പിടിപെടാൻ പാടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അമേരിക്ക സ്വയമേ അവരുടെ സോൾജേഴ്സിനെയും എയർക്രാഫ്റ്റിനെയും നശിപ്പിച്ചതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് IRGC പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ നടന്ന രീതി അത് നമുക്കൊന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ നടന്ന രീതി എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ വെക്കുന്ന മാപ്പ് നോക്കിക്കോളൂ. ഈ മാപ്പിൽ 2 ബ്ലൂ കളർ ഏരിയ കാണിക്കുന്നുണ്ട്. ഇതിൽ ഡൗൺ പോർഷൻ ആയിട്ടുള്ള ബ്ലൂ ഏരിയ ഉണ്ട്, അപ്പർ ലെവലിൽ കാണിക്കുന്ന ബ്ലൂ ഏരിയ ഉണ്ട്. ശരിക്കും അമേരിക്ക പോയി ലാൻഡ് ചെയ്തതും സെർച്ച് നടത്തിയതും ഈ ഏരിയകളിലാണ്. അപ്പൊ ഇതിനകത്ത് ഈ ഡൗൺ പോർഷൻ ആയിട്ടുള്ള ബ്ലൂ ഏരിയയിലാണ്, അതായത് താഴെ കൊടുത്തിരിക്കുന്ന ബ്ലൂ ഏരിയയിലാണ് അമേരിക്ക ലാൻഡ് ചെയ്തത്. അവിടെയാണ് ഇവർ ആദ്യം സെർച്ച് നടത്തിയത്. പക്ഷേ ഈ സോൾജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 പേരും ഒരേ ഏരിയയിലാണോ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു മേഖലയിൽ നിന്നാണ് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ള കൺഫർമേഷൻ ഒന്നും അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല. ഇതുവരെ ഈ പൈലറ്റുകളുടെ പിക്ചറോ ഫോട്ടോസോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. അത് തികച്ചും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് അത് ഉടനെ ഒന്നും പുറത്തു വിടില്ല. ഏതൊരു പൈലറ്റിന്റെയും റെസ്ക്യൂ മിഷൻ നടക്കുന്ന സമയത്ത് ആ ഫോട്ടോസ് അങ്ങനെ പബ്ലിഷ് ചെയ്യാറില്ല. അതൊരു കോൺഫിഡൻഷ്യൽ പ്രൊസീജിയറാണ്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിനന്ദൻ വർദ്ധമാൻ പുള്ളിയുടെ ഫോട്ടോ ആദ്യമേ പ്രദർശിപ്പിച്ചത് പാകിസ്ഥാനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യ പ്രദർശിപ്പിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തു വിടാറില്ല സാധാരണഗതിയിൽ. അപ്പൊ ആ സാഹചര്യത്തിൽ ഇവ നിലവില് IRGC പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ സോൾജേഴ്സിനെ അമേരിക്ക തന്നെ ഇറാന്റെ ഉള്ളിൽ വെച്ചിട്ട് അവരെ എലിമിനേറ്റ് ചെയ്തു എന്നുള്ളൊരു ക്ലെയിം IRGC വെക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വിഡ്ഢിത്തരമാണ്. ഇങ്ങനെ ഒരു രാജ്യവും ചെയ്യാറില്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അമേരിക്ക പോലത്തെ രാജ്യത്തിന് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. 1 or 2 സോൾജേഴ്സിന് വേണ്ടിയിട്ട് അമേരിക്ക എത്രമാത്രം പണം ചെലവാക്കിക്കൊണ്ട് ഈ ഒരു മിഷൻ നടപ്പിലാക്കുന്നുവെങ്കിൽ അവര് 100 കണക്കിന് സോൾജേഴ്സിനെ C-130 പോലത്തെ ട്രാൻസ്പോർട്ടേഷൻ എയർക്രാഫ്റ്റിൽ വെച്ചിട്ട്, അതും മറ്റൊരു രാജ്യത്തിനുള്ളിൽ വെച്ചിട്ട് ഒരിക്കലും എലിമിനേറ്റ് ചെയ്യില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എനിവേ, ഇതൊരു ബേസിക് എത്തിക്സ് ആണ്. IRGCയെ പോലെയാണ് മറ്റുള്ള എല്ലാ രാജ്യങ്ങളുടെ ആർമിയും പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ഡെലിമയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ വിളമ്പുന്നത്. കാരണം ആദ്യം IRGC പറഞ്ഞിരുന്നത് അമേരിക്കയുടെ ഹെലികോപ്റ്റേഴ്സിന് ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തി എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൾഡ് വീഡിയോ ആണെന്നുള്ളത് ട്വിറ്ററിൽ തന്നെ ഗ്രോക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഇതിന്റെ പഴയ ഫൂട്ടേജുമായിട്ട് സിമിലാരിറ്റി കണ്ടെത്തി അതിനെ പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ആ പഴയ വീഡിയോ നീക്കം ചെയ്യേണ്ടി വന്നു. പൊതുവിൽ ഇപ്പോൾ അവർ പറഞ്ഞു വരുന്നതിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, C-130 എന്ന് പറഞ്ഞ ഈ ട്രാൻസ്പോർട്ടേഷൻ എയർക്രാഫ്റ്റ് ഇറാനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. 2 ഹവാക്ക് ഹെലികോപ്റ്റേഴ്സ് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതും ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ അമേരിക്ക അവിടെ സെർച്ച് നടത്തി കൃത്യമായിട്ട് ഇസ്ഫഹാന്റെ കുറച്ച് അടുത്ത് വെച്ചിട്ടാണ് ഈ 2 സോൾജേഴ്സിനെയും അവർ റെസ്ക്യൂ ചെയ്തിരിക്കുന്നത്. അത് ഈ ബ്ലൂ കളർ ഏരിയയിലല്ല റെസ്ക്യൂ ചെയ്തിരിക്കുന്നത്, അതിൽ നിന്നും കുറച്ച് നീങ്ങിയാണ് റെസ്ക്യൂ ചെയ്തിരിക്കുന്നത്. ഇനി അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം മറ്റൊരു C-130 വിമാനം കൊണ്ടുവന്ന് അതിലാണ് ഈ സോൾജേഴ്സ് എല്ലാം, ഈ റെസ്ക്യൂ മിഷന് പോയ ആൾക്കാരും ഈ റെസ്ക്യൂ ചെയ്യപ്പെട്ട 2 പൈലറ്റും ഇവരെല്ലാം തന്നെ കൃത്യമായിട്ട് റെസ്ക്യൂ ചെയ്ത് അമേരിക്ക സേഫ് ഗാർഡ് ചെയ്ത്
അവരെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അമേരിക്കയുടെ C-130 എയർക്രാഫ്റ്റ് ആദ്യം അവിടെ ലാൻഡ് ചെയ്തതും 2 ഹെലികോപ്റ്റേഴ്സും അവിടെ തന്നെ പ്രാഥമികമായിട്ട് അമേരിക്കയുടെ C-130യും അതുപോലെ തന്നെ 2 ഹെലികോപ്റ്റേഴ്സും ആ മേഖലയിൽ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ IRGC സോൾജേഴ്സ് അതിനെ ചുറ്റി വളഞ്ഞു വരാൻ തുടങ്ങി. ഗ്രൗണ്ട് ഫോഴ്സ് വെച്ച് അറ്റാക്ക് നടത്താൻ തീരുമാനിച്ചിരുന്ന സാഹചര്യത്തിൽ ഈ IRGC സോൾജേഴ്സ് ഇതിന്റെ അടുത്തേക്ക് വരും, ഇറാന്റെ സൈഡിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള റിട്ടാലിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അമേരിക്ക എയർ പ്രൊട്ടക്ഷൻ ഒരുക്കിയിരുന്നു. ഹെലികോപ്റ്റേഴ്സ്, ഫൈറ്റർ ജെറ്റുകളൊക്കെ മേളിലുണ്ടായിരുന്നു ഇവിടെ എയർ സ്പേസിൽ. അതിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് ഈ എയർക്രാഫ്റ്റ് ഈ ആദ്യം ലാൻഡ് ചെയ്ത C-130യും ഈ ഹെലികോപ്റ്ററേയും അപ്രോച്ച് ചെയ്യുന്ന IRGC മെമ്പേഴ്സിനെതിരെ അവരെ എയർ സ്പേസിൽ നിന്നും വെടിയുതിർക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ അതിലാണ് ഈ 4 സോൾജേഴ്സ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിനെ തുടർന്ന് ഈ C-130യിൽ ഉണ്ടായിരുന്ന സോൾജേഴ്സ് എല്ലാം തന്നെ അവർ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അവര് ഈ സെർച്ച് മിഷനിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും, കാരണം ഇത് ലാൻഡ് ചെയ്ത് കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഈ IRGCയുടെ സോൾജേഴ്സ് അവിടെ എത്തുന്നത്. അതിനു മുമ്പ് തന്നെ അമേരിക്ക അവരുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതേസമയം ഈ മെറ്റീരിയൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഈ എയർക്രാഫ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ സ്പേസിൽ നിന്നും അമേരിക്ക കൃത്യമായിട്ട് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്നിട്ട് ഈ മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ IRGC മെമ്പേഴ്സ് ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ അടുത്ത് മറ്റൊരു C-130 കൊണ്ടുപോയിട്ടാണ് ഈ സോൾജേഴ്സിനെ എല്ലാം റിക്കവർ ചെയ്ത് കൊണ്ടുവന്നത്. അതേസമയം ഈ അമേരിക്കയുടെ എയർക്രാഫ്റ്റുകൾ IRGCയുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തന്നെ സ്വയമേ അത് ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് യാഥാർത്ഥ്യം. ഇനി അമേരിക്കൻ സോൾജേഴ്സിനെ അമേരിക്ക വധിച്ചു എന്നുള്ള വാദം IRGCക്ക് ഉണ്ട്. IRGCയുടെ സ്പോക്സ് പേഴ്സൺ, ഫോറിൻ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള അഹമ്മദ് ബാഗേരി, ഈ ബാഗേരിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത്. ബാഗേരി പറഞ്ഞിരിക്കുന്നത് അമേരിക്ക അവരുടെ സോൾജേഴ്സിനെ തന്നെ ഇറാന്റെ ഉള്ളിൽ വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്തു എന്നുള്ള പൊട്ടത്തരമാണ് വിളിച്ചു പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ IRGC തെളിവ് കൊടുക്കണം. അവരുടെ ഏതെങ്കിലും DNA സാമ്പിൾ, അമേരിക്കൻ സോൾജേഴ്സിന്റെ DNA സാമ്പിൾ, അവരുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ, ഈ കൊല്ലപ്പെട്ട സോൾജേഴ്സ്, അമേരിക്കൻ സോൾജേഴ്സിന്റെ യൂണിഫോം, ഏതെങ്കിലും ഒരു ചെറിയ തെളിവ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി IRGCക്ക് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ IRGC പറയുന്നത് കള്ളമാണെന്നുള്ളത് ലോകത്തിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ പ്രസ്താവനകൾ. അവർ പറയുന്ന പ്രസ്താവനകളോട് തന്നെ അവർക്ക് നീതി പുലർത്താൻ കഴിയുന്നില്ല. ഇനിയിപ്പോ ഒരു AI വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. മുജിതാബ ഖൊമനേയി ഇറാന്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നു വരുന്നത് പോലെയുള്ള ഒരു വീഡിയോ അവര് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് AI വീഡിയോ ആണ്. അപ്പൊ മുജിതാബ ഖൊമനേയി റിയലി എവിടെയാണ്? അതിനുള്ള ഉത്തരം കൊടുക്കുന്നതിന് പകരം അയാളുടെ ഒരു റിയൽ ഫുട്ടേജ് പുറത്തുവിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നത്തിനെ എന്തുകൊണ്ട് IRGC ഇങ്ങനെ AI വീഡിയോകൾ വെച്ച് കളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെ പരമാവധി IRGCയുടെ ഉള്ളിൽ നടക്കുന്നതെല്ലാം വളരെ നിഗൂഢമായ സംഗതികളാണ്. ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് നിയർലി 0 ആണ് IRGC സംബന്ധിച്ചിടത്തോളം. അത് അവർ രഹസ്യമായിട്ടുള്ള നീക്കമാണ് എന്ന് പറഞ്ഞ് വാദിച്ചാൽ തന്നെയും അവർ രഹസ്യമായിട്ട് നീങ്ങിക്കൊണ്ട് എന്താണ് ചെയ്യുന്നത്? ഈ മിസൈലുകൾ വിടുന്നതല്ലാണ്ട് അവർ വേറെ ഒരു പരിപാടി അവർ ചെയ്യുന്നില്ലല്ലോ. ഒരു 10 പേര് ഇസ്രായേലിന്റെ ഉള്ളിൽ ഇറാന്റെ ഇന്റലിജൻസ് കടന്നു കയറിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ അമേരിക്കയിൽ ഒരു 10 പേര് കടന്നു കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അവരുടെ കളികളെല്ലാം തന്നെ ഇറാന്റെ ഉള്ളിലാണ്. അവിടെ അവർ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ നടത്തിയിട്ടും ഒരു കാര്യമില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് റിറ്റാലിയേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിവേ, ഇന്നലെ തെഹ്റാന്റെ ഉള്ളിൽ 3 റൗണ്ട് അറ്റാക്കാണ് ഇസ്രായേൽ നടത്തിയത്. അത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അത് ലിസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം ഇറാൻ ഇസ്രായേലിലേക്ക് തിരിച്ചടി നടത്തിയിട്ടുണ്ടായിരുന്നു. ആ തിരിച്ചടിയിൽ ഹൈഫ മേഖലയിൽ 4 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഹൈഫ ഏരിയയെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതുപോലെ സെൻട്രൽ ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ഇസ്രായേലിൽ ക്ലസ്റ്റർ വാർഹെഡ് ഒരു 6 സ്ഥലങ്ങളിൽ അതിന്റെ ഡെബ്രി പതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈഫ ഏരിയയിലായിരുന്നു ഏറ്റവും കൂടുതൽ ടാർഗറ്റ്. ഈ ഹൈഫ ഏരിയ ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേക്കും 2 അയൽ രാജ്യങ്ങൾ കൂടി ബുദ്ധിമുട്ടിലാകുന്നുണ്ട്. ഒന്ന് ഈജിപ്റ്റ്, 2 ജോർദാൻ. ഇവർ 2 പേർക്കും ഏറ്റവും കൂടുതൽ ഗ്യാസ് ആൻഡ് ഓയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പൈപ്പ് ലൈൻ ത്രൂ ആണ്. അപ്പൊ അതുകൊണ്ട് ആ പൈപ്പ് ലൈനിൽ ഇപ്പൊ സപ്ലൈ ഇല്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ജോർദാനും ഈജിപ്തും ഇതിന്റെ പേരിലുള്ള കൺസേൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇറാൻ ആണെന്നുണ്ടെങ്കിൽ UAEക്ക് നേരെ ഭീഷണി മുഴക്കുന്നുണ്ട്. അബുദാബിയിലുള്ള ബിഗ്ഗസ്റ്റ് ഡേറ്റാ സെന്റർ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള
ഒരു പ്രസ്താവനയും കൂടി IRGCയിൽ നിന്ന് വരുന്നുണ്ട്. സിറിയയ്ക്കുള്ളിൽ ഡമസ്കസിൽ UAE എംബസിക്ക് നേരെ പ്രതിഷേധം നടത്തിയ ഒരു 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സിറിയൻ ഗവൺമെന്റ്. എല്ലാം ജിഹാദ് ടീമുകളാണ്, അവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഒരു ആക്ടിവിസ്റ്റ് മുഹമ്മദ് ഇസ്മായിൽ സോഫി എന്ന് പറഞ്ഞ വ്യക്തിയാണ് പ്രൈമറി അക്യൂസ്ഡ് ആയിട്ട് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. IDF ഇന്നലെ ഇറാന്റെ ഉള്ളിൽ നടത്തിയ അറ്റാക്കിൽ ഏറ്റവും കൂടുതൽ IRGCയുടെ ഫ്യൂവൽ, അതായത് മിസൈലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്യൂവൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന യൂണിറ്റുകൾ ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അതുപോലെ സെൻട്രൽ തെഹ്റാൻ ഏരിയയിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. 3 റൗണ്ട് ഓഫ് അറ്റാക്കാണ് ഇന്നലെ രാത്രി ഉടനീളം IDF തെഹ്റാനിൽ നടത്തിയത്. അതുപോലെ തെഹ്റാനിലെ മെഹർബാദ് എയർപോർട്ട്, ആ എയർപോർട്ട് കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇറാൻ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് ഹൈഫയിൽ നടത്തിയ ആക്രമണത്തിൽ 4 പേരാണ് മൊത്തത്തിൽ കൊല്ലപ്പെട്ടത്. എല്ലാം തന്നെ ഓൾഡ് ഏജ് പീപ്പിളാണ്. അവർക്ക് പെട്ടെന്ന് തന്നെ ബങ്കറിനുള്ളിൽ പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ബങ്കറിൽ പോകുന്ന വഴിക്കാണ് ഈ ഒരു ആക്രമണം നടന്നത്. അപ്പൊ അങ്ങനെ 2 പേരുടെ ബോഡി മിസ്സിംഗ് ആയിരുന്നു. ഇന്നലെ രാത്രി മുതൽ തെരച്ചിൽ നടത്തി ഇന്ന് രാവിലെ കണ്ടെത്തിയിട്ടുണ്ട്. സെൻട്രൽ ഇസ്രായേൽ ഭാഗത്ത് 2 പേർക്ക് സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ട്. 20 ഏരിയകളിലാണ് ശരിക്കും ഈ ക്ലസ്റ്റർ വാർഹെഡിന്റെ സബ്മ്യൂണിഷൻസ് പോയി പതിച്ചത്. പിന്നെ അമേരിക്കയുടെ എയർക്രാഫ്റ്റുകൾ പോയി ഇറാനിൽ ഇറങ്ങിയതിന്റെ തൊട്ടടുത്ത് തന്നെ ഇമാം ഹുസൈൻ ബേസ്, എയർ ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇറാന്റെ IRGCയുടെ വലിയൊരു എയർ ബേസ് ഉണ്ടായിരുന്നു. അവിടെ കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ഒരു അറ്റാക്ക് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ അത്രത്തോളം ക്രൗഡില്ലായിരുന്നു. അതായത് അവിടെ നമ്പർ ഓഫ് IRGC ഉദ്യോഗസ്ഥർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ഇൻഫർമേഷനാണ് പ്രൈമറി ആയിട്ട് IRGCക്ക് പാസ് ചെയ്തത്. അവർ ഇൻഫർമേഷൻ പാസ് ചെയ്തതിനെ തുടർന്നാണ് മറ്റുള്ള IRGC സോൾജേഴ്സ് അവിടെ എത്തിയത്. ആ ഒരു ടൈം ലൈനിലാണ് അമേരിക്ക ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് അവരുടെ അമേരിക്കൻ സോൾജേഴ്സിനെ ഇറാന്റെ വിവിധ മേഖലകളിൽ ഡിപ്ലോയ് ചെയ്തിരുന്നത്. ട്രംപ് ആണെങ്കിൽ ഇന്നലെ ഫോക്സ് ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ കുർദ് സേനകൾക്ക് ഞങ്ങൾ ആയുധങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അവരുടെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റാണ് കൊടുത്തത്. ഈ സ്റ്റേറ്റ്മെന്റിനെ കൃത്യമായിട്ട് കുർദുകൾ ഗണ്ണിച്ചിട്ടുണ്ട്. അവര് ഇതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ട്രംപ് ഞങ്ങൾക്ക് അങ്ങനെ ആയുധങ്ങളൊന്നും തന്നിട്ടില്ല, അത് വെറും ഫേക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ള തരത്തിലാണ് കുർദുകൾ പറഞ്ഞത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, സിറിയയുടെ സൈഡിൽ ഇതേപോലെ അമേരിക്ക കുർദുകളെ കൈയൊഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ട്രംപ് പറയുമ്പോഴത്തേക്കും ഇറാഖിന്റെ ഉള്ളിലുള്ള കുർദ് ഏരിയകളിൽ ഇറാൻ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ സാധ്യതയുള്ള സ്ഥിതിക്ക്, കാരണം ഇറാഖിന്റെ ഉള്ളിൽ ഓൾറെഡി തന്നെ കൂട്ടത്തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ട്രംപിന്റെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അവിടേക്ക് കൂടുതൽ ആക്രമണം നടത്താനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കും. അത് കുർദുകൾ അതിനെ പേടിക്കുന്നുണ്ട്. കുർദുകൾ ഇറാഖിനുള്ളിലായിക്കോട്ടെ സിറിയക്കുള്ളിലായിക്കോട്ടെ അവര് സെക്ടേറിയൻ ശൈലിയിലുള്ള ഒരു ഡിഫൻസീവ് മെക്കാനിസമാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇറാന്റെ ഉള്ളിൽ നിന്ന് മിസൈലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കത് താങ്ങാനാവില്ല. അപ്പൊ അതുകൊണ്ട് അതിനൊരു പ്രിവെൻഷൻ എന്നുള്ള നിലയിലാണ് കുർദുകൾ അതിനെ എതിർത്ത് സംസാരിച്ചത്. ട്രംപ് അങ്ങനെ അമേരിക്ക അങ്ങനെ ആയുധങ്ങളൊന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഓൺ സെൽഫ് ഡിഫൻസിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കുർദുകൾ പറഞ്ഞു വെച്ചത്. എന്നിരുന്നാലും ഇന്നലെ രാത്രി കുർദുകളുടെ ഏരിയയിൽ ഇറാൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള മിലീഷ്യ ഗ്രൂപ്പുകൾ ഇറാഖിന്റെ ഉള്ളിൽ നിന്നും ഈ കുർദുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. بختياري كوريا اسمها بختياري هذا شنو ഇന്നലെ ഇറാൻ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തത് കുവൈറ്റ് ആണ്. കുവൈറ്റിലെ വിവിധ മേഖലകളിൽ എനർജി ഏരിയ, അതേപോലെ തന്നെ പെട്രോ കെമിക്കൽ സ്റ്റേഷൻസ്, ഇതൊക്കെ കേന്ദ്രീകരിച്ചുള്ള അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോഴും ചില ഏരിയകളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ കുവൈറ്റിന്റെ പവർ പ്രൊഡക്ഷൻ യൂണിറ്റും ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സെലൻസ്കി ആണെങ്കിൽ ഒരു വൈസ് അഡ്വൈസ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണ്, നിങ്ങൾ ഇറാനുമായിട്ടല്ല ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ റഷ്യയും ചൈനയുമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ ഇറാനെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ കൾപ്രട്ടുകൾ റഷ്യയും ചൈനയുമാണ്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇറാനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല, അവരുടെ പിന്നിൽ നിന്നും പ്രവർത്തിക്കുന്ന റഷ്യയെ തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം എന്നുള്ള തരത്തിൽ. കാരണം ഉക്രൈനിന്റെ ടാർഗറ്റ് റഷ്യയാണ്. അപ്പോൾ അതിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ യുദ്ധം അടുത്ത ലെവലിലേക്ക് വീണ്ടും എക്സ്പാൻഡ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു എൻറ്റയർ ഇറാഖ് തന്നെ ഇപ്പോൾ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. സിറിയ ഒരു സൈഡിൽ മാറി നിൽക്കുകയാണ് വൃത്തിയായിട്ട്. പക്ഷേ ഇപ്പം അസാദ് റെജിം സിറിയയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ യുദ്ധം കൂടുതൽ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോയേനെ മറ്റൊരു രീതിയിൽ. പക്ഷേ അതേസമയത്ത് ഇസ്രായേൽ നടത്തിയ കൃത്യമായിട്ടുള്ള ഓപ്പറേഷനിൽ
സിറിയയിലുള്ള ഭരണകൂടത്തിനെ അട്ടിമറിച്ചത് ഒരു പരിധിവരെ ഈ യുദ്ധത്തിന്റെ വ്യാപ്തി കൺട്രോൾ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലുമുണ്ട്. അപ്പോൾ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.